രണ്ട് വാക്ക് എന്തൊക്കെയാണ് പുതിയ വിശേഷംസ്, എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസിലെ എക്സ്പീരിയൻസ്, അതിനുശേഷം ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം, പാലക്കാട് നിന്ന് വന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അല്ല എന്നോട് ചോദ്യം ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞേ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടോ? അറിയണ ഇത് തന്നെയാണ് ബിഗ് ബോസിലെ 100 ദിവസം സീസൺ 5 100 ദിവസം നിന്ന് തരണം ചെയ്ത 100 ഡേയ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? 100 ഡേയ്സ് അവിടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പുറത്ത് എന്താ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമുക്ക് എത്രമാത്രം സപ്പോർട്ട് ഉണ്ടെന്നോ ഇത്രയും പേര് നമുക്ക് വോട്ട് ചെയ്യാനുണ്ടെന്നോ അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ പുറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ശരിക്കും ജനങ്ങളുടെ സ്നേഹം എന്താണ്, അകത്ത് നമ്മൾ ഒറ്റപ്പെടുക, അകത്ത് നമ്മൾ സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കരയാനും കൂടെ സങ്കടപ്പെടാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. ഒരുപാട് സന്തോഷം തോന്നി. ഒരാളുടെ സക്സസിൽ കൂടെ ചിരിക്കാൻ ഈസി ആയിട്ട് പറ്റും, പക്ഷെ ഒരാൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കൂടെ കരയാനും കൂടെ വിഷമിക്കാനും ആൾക്കാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. അതുപോലത്തെ പ്യോർ ലവ് എനിക്ക് ഒരുപാട് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് തന്നെ. എന്തായാലും ആ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഇനിയുള്ള എൻ്റെ ലൈഫ് ജേണിക്ക് ആ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും സ്നേഹം എല്ലാം തുടർന്ന് വേണമെന്ന് ആശംസിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതുപോലെ തന്നെ സമയം പോലും അറിയാൻ പറ്റില്ല, സത്യമാണല്ലോ അവിടെ രാത്രി ആവുന്നതോ ഒന്നും അറിയാൻ പറ്റില്ല, സമയം കാണാൻ പറ്റില്ല, പുറത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയാൻ പറ്റില്ല, നമുക്ക് ക്ലൗഡ്സ് പോലും കാണാൻ പറ്റില്ല. പുറത്തിറങ്ങിയതിന് ശേഷമാണ് ആകാശം കാണുന്നത്, നല്ല ശുദ്ധവായു കിട്ടുന്നത്, മേലെ കംപ്ലീറ്റ്ലി അത് കവേർഡ് ആണ്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എവിടെ പോയാലും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. ഒരിക്കലും അല്ല, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല. അതിനകത്തോട്ട് കയറ്റി വിട്ടു എന്ന് വെച്ചാൽ പിന്നെ എല്ലാം അവിടുത്തെ പ്ലേയേഴ്സിന്റെ കയ്യിലാണുള്ളത്. എന്തായാലും ആ ഒരു ഷോ നല്ല രീതിയിൽ ഹിറ്റാക്കി തന്നത് നിങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ്. നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടി, ഇന്ന് നിന്റെ മൊയ്തീനിലൊക്കെ ചെറിയ റോളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇന്നലെയാണ് ഒരു വീഡിയോ കാണുന്നത്, ഇന്ന് ആ ആളെ എന്റെ സ്വന്തം അടുത്ത് നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷം കണ്ടതിൽ. അപ്പൊ ചെറിയ സിനിമയിലൊക്കെ ചെറിയ റോൾസ് വന്നു, ദെൻ സീരിയലിലൂടെ ഒരുപാട് പ്രശസ്തി കിട്ടും. ഇപ്പൊ ബിഗ് ബോസിലൂടെ വന്നു, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? സിനിമയിലേക്ക് ബിഗ് സ്ക്രീനിൽ നമുക്ക് ഉടൻ തന്നെ കാണാൻ പറ്റുമോ? എന്തൊക്കെയാണ് പുതിയ പ്ലാൻസ്? ഒന്നറിയട്ടെ. റെസ്പോൺസ് ഒന്നും ഇല്ലേ? അതാണ് തുടങ്ങിയോ? അറിയണ്ടേ? വരാറില്ലല്ലോ. ക്വസ്റ്റ്യൻ വരുമ്പോൾ തിരിച്ചിറങ്ങിയപ്പോ ഫാമിലിയുടെ റെസ്പോൺസ് എന്തായിരുന്നു? അപ്പൊ സിനിമയുടെ വിശേഷം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ തിരിച്ച് നമുക്ക് സിനിമ വരുന്നുണ്ട്, പക്ഷെ ഞാൻ മീറ്റിംഗിൽ ഇരുന്നിട്ടില്ല. എന്തായാലും ഗോ വിത്ത് ദ ഫ്ലോ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല. നല്ല അവസരങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗ്രാബ് ചെയ്യും. നല്ല പ്രോജക്ട്സ് ഒക്കെ വരികയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടുണ്ടാവും, നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഫാമിലിയിലുള്ള റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്ന്. ഇറങ്ങിയപ്പോ ഫാമിലിയിലുള്ള റിയാക്ഷൻ എല്ലാവരും ഭയങ്കര സന്തോഷം. മുൻപുള്ളത് പോലെ റനീഷ അല്ലല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. അയ്യോ ആണ് അല്ല, ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റമില്ലേ? പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇഷ്ടം കൂടുന്നില്ലേ ഇപ്പൊ? ഉറപ്പായിട്ടും. നേരത്തെ എനിക്ക് ഉണ്ടായിരുന്ന ഓഡിയൻസ് എന്ന് വെച്ചാൽ സീരിയൽ നോക്കുന്ന, അല്ലെങ്കിൽ സീരിയലിൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആയിരുന്നു. കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റിമാര്, അമ്മമാര്, ചേച്ചിമാര്, കുട്ടികള്, അങ്ങനത്തെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വൈഡ് അക്സെപ്റ്റൻസ് കിട്ടി. എവിടെ എപ്പിസോഡ് പുറത്തിറങ്ങിയതിന് ശേഷം ഒന്നുപോലും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഒന്നുപോലും ഞാൻ കണ്ടിട്ടില്ല. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണണം, എന്നാലേ കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കഴിഞ്ഞില്ലേ, ഇനി അത് കണ്ട് അറിഞ്ഞിട്ട് എന്തിനാ, വേണ്ട. ഇപ്പൊ എല്ലാരെ കുറിച്ച് മനസ്സിലായ ഒരു നല്ലൊരു ഇമേജ് ഉണ്ട്, അത് അതേപോലെ തന്നെ പൊക്കോട്ടെ. ഇനി വെറുതെ അത് കണ്ടെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിനൊരു വിഷമാവും, എന്തിനാ വെറുതെ. അതുകൊണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. പുറത്തിറങ്ങിയതിനു ശേഷം ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ഉള്ളത്? ഇപ്പൊ നല്ല കോണ്ടാക്ട് ഉള്ളത് എന്ന് വെച്ചാല് ഷീചേട്ടനായിട്ട് കോണ്ടാക്ട് ഉണ്ട്, അഞ്ജുസായിട്ട് കോണ്ടാക്ട് ഉണ്ട്, പിന്നെ സെറീനയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതല്ലേ നിങ്ങൾ ചോദിച്ചത്, അത് കേൾക്കാൻ വേണ്ടിട്ടല്ലേ. എല്ലാരുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. കിട്ടിയോ? പിന്നെ എല്ലാം കൊടുത്തു കഴിഞ്ഞതാണല്ലോ അല്ലേ. വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ? ആരോടും പ്രണയം തോന്നാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരാളവിടെ ഇല്ലെന്നാണോ അവിടെ ബിഗ് ബോസിൽ പോയിട്ട്? പ്രണയം ഉറപ്പായിട്ടും അവിടെ വന്ന 21 പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. എല്ലാ മനുഷ്യരിലും, ചേട്ടനിലും ഇവരിലും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ പ്രണയം തോന്നണമെങ്കിൽ നമുക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇതുപോലത്തെ കൊലിച്ചു പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കല്ലേ, ഞാൻ എന്താ പറയാ. ഇല്ല, എനിക്ക് പ്രണയം അങ്ങനെ ആരോടും അവിടെ തോന്നിയിട്ടില്ല. കേറി അവസാനം ഇറങ്ങുന്നവരെ പോലും ഇല്ല, തോന്നിയിട്ടില്ല. 100 ദിവസം കൊണ്ട് ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയല്ല പ്രണയം എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ അത് കുറെ ടൈം എടുത്ത് ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. ചിലപ്പോ കണ്ടപ്പോ തന്നെ പ്രണയം തോന്നുന്നൊരു അങ്ങനെ ആൾക്കാരില്ല. പ്രേമം തോന്നുന്നത് അതിന് എനിക്ക്
വിശ്വാസമില്ല. ഒരാളെ പരിചയപ്പെട്ട് അത് കാഴ്ചയിലല്ലല്ലോ, ഒരാളെ മനസ്സിലാക്കി അവർ നമ്മുടെ അല്ല അതെ 100 ദിവസം അവിടെ ഉണ്ടായിരുന്നില്ലേ, 3 മാസത്തിൽ കൂടുതൽ. ഞാൻ പ്രണയിക്കാനല്ലല്ലോ ആ ഷോയില് പോയാൽ. അല്ല, ഞാൻ അവിടെ ഗെയിം കളിച്ച് എനിക്ക് 100 ഡേയ്സ് നിൽക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പോയത്. അതെന്തായാലും നടന്നു. ആണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടന്നു. അതിലിപ്പോ ഉണ്ടായിട്ട് പ്രണയിച്ചിപ്പോ വിവാഹം കഴിഞ്ഞവരപ്പം ഇപ്പം പേളീഷ് അല്ലെങ്കിൽ ശ്രീനീഷും പേളിയപ്പോ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായില്ലേ, അപ്പൊ അതൊരു യഥാർത്ഥ സ്നേഹമല്ലെന്നാണ് പറയുന്നത്. അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ വളച്ചടിച്ച് കൊണ്ടുപോവാ. ശരിക്കും അവിടെയല്ല, ബിഗ് ബോസിലല്ല വളച്ചടിക്കൽ നടക്കുന്നത്, ഇവിടെയാണ് നടക്കുന്നത്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഒരുപാട് പേർക്ക് അങ്ങനെ യഥാർത്ഥ പ്രണയങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ എന്റെ മോട്ടിവേഷൻ അതായിരുന്നില്ല. ആ ഷോയിൽ പോവുക, അത്രയും വലിയ ഷോയിൽ 100 ഡേയ്സ് നിൽക്കാൻ പറ്റുക, എന്റെ ബെസ്റ്റ് പാർട്ട് കാണിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് പടച്ചവൻ അനുഗ്രഹിച്ച് സക്സസ്ഫുൾ ആയിട്ട് സാധിച്ചു. അല്ലാതെ എനിക്ക് സങ്കടമില്ലാതെ. ഓക്കെ ഓക്കെ ആണോ? കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ വന്ന എല്ലാവർക്കും താങ്ക് യു.